அம்மா அம்மா ஐயோ டே கேசு எழுந்துடுறா ஐயோ அம்மா 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 கதவு தரமா ஐயோ டே கேசு இங்க வாடா ஐயோ ஓ மெதுவா எழுந்துரு എന്താ കാര്യം പറ അയ്യോ ലച്ചു ഗൗരി സീക്രമാ കാര്യം പറയാനേ എന്തിനാണ് எல்லாமே போச்சுடா എന്താ ஒண்ணுமே காணோம் ஒண்ணுமே காணோம்டா கிச்சன்ல பாத்திரம் இல்ல ஸ்பூன் இல்ல கிளாஸ் இல்ல மல்லித்தூள் இல்ல மிளகாத்தூள் இல்ல ஒண்ணுமே காணோம் இண்டக்ஷன் குக்கர் வேற இல்லடா பாரு உன்னோட பிஸ்கெட் இல்ல பன் இல்ல பிரெட் இல்ல ஒண்ணுமே இல்ல எதுக்கு நேத்துக்கு நான் ஆட்டி வச்ச மாவு இருக்குல்ல அது கூட அங்க காணோம் ஐயோ റൂമ് നോക്ക് സാധനങ്ങളുണ്ടാവുന്നു ചാച്ചി എന്താ കാണാനില്ല അവിടെ ഒന്നും കാണാനില്ല അടുക്കളയിലൊന്നും ഒന്നുമില്ല അയ്യോ 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 എന്റെ പൈസ പോയി ഞാൻ ഉലുവാപാത്രത്തിലും മല്ലിപ്പാത്രത്തിലും ഒക്കെ ഇട്ട് വെച്ചിരുന്ന പൈസ മൊത്തം പോയി എല്ലാം കൂടെ ഒരു 10,000 രൂപ ഉണ്ടായിരുന്നു. അയ്യോ അങ്ങനെ തന്നെ വേണം. ഞാൻ ഐസ്ക്രീം മേടിച്ചാലെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പൈസ ഇല്ലായിരുന്നല്ലോ. അനുഭവിച്ചോ? അതെ, എന്റെ റൂമിൽ ഒന്നും പോയിട്ടില്ല. എനിക്കാണ് എന്റെ റൂം ലോക്കായോണ്ടായിരിക്കും. ഈ റൂമിൽ ലോക്കായിരുന്നില്ലേ? അയ്യോ പോയി മെർലിൻ പോയി മെർലിനെ കൊണ്ടുപോയി. അവളെപ്പോ നിന്റെ റൂമിൽ വന്ന്? അതല്ല ഇവിടെ കനകാന്റെ അന്ന് എനിക്ക് ഗിഫ്റ്റ് തന്നില്ലേ പിന്നെ ആടിക്കൊണ്ടിരിക്കണ മെർലിൻ അതിനെ പോയി അത് കാണാനില്ല. അയ്യോ എന്നോട് ഗിഫ്റ്റ് ഡോർ തുറന്നാ കിടന്ന് എവിടെ ഇവിടെ ഫ്ലവർ വേസ് എവിടെ ഞാൻ ആദരവ് കൊടുക്കാൻ വെച്ചിരുന്ന ഫ്ലവർ വേസ് ആണ് എവിടെ പൊട്ടുപൊടി മാത്രം ഇരിക്കണത്. എന്റെ ബുക്കും ബാഗും പോയി. അപ്പൊ എനിക്ക് എന്റെ സ്കൂളിൽ പോകണല്ലോ. അതും കാണാനില്ലേ? പോലീസിനെ അറിയിച്ചാലോ? പിന്നെ പോലീസിനെ വിളിക്കണ്ടേ? വിളിച്ചില്ലെങ്കിൽ ശരിയാവൂല. അപ്പൂപ്പൻ പോയ അപ്പൂപ്പനവിടെ തറ കിടന്ന് ഉറങ്ങുന്നു ഇല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. നീ ശ്രദ്ധിച്ചില്ലേ? ഞാൻ ശ്രദ്ധിച്ചേക്ക് ചോദിക്കുവോ? നില്ലേ അപ്പൂപ്പനെ കാണാനില്ല. അപ്പൂപ്പനെ കള്ളം കൊണ്ടുപോയാ? എടി അപ്പൂപ്പനെ കാണാനില്ല. അപ്പൂപ്പന്റെ കയ്യിൽ കൊടുത്ത ചാക്കം കാണാനില്ല. ഈ റൂമിലൊരു തേങ്ങയില്ല. ലച്ചേച്ചേ പണി കിട്ടി. പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ്. ഹലോ പ്രസിഡന്റ്. ഒന്നുമില്ല പറഞ്ഞോ. എന്ത് പറ്റി? ഓ കണ്ടായിരുന്നു. ആണോ? ഓ പ്രസിഡന്റ് നമ്മൾ സൂക്ഷിച്ചോളാം. നമ്മൾ അടുപ്പിക്കൂല. ആ ശരി. എന്താടാ എന്റെ പൊന്നമ്മൂമ്മ പ്രസിഡന്റ് ഇപ്പൊ എന്തോ പറഞ്ഞെന്നറിയോ? താടിയും മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു വയസ്സായ പുള്ളി ഇവിടെ കിടന്ന് കറങ്ങണുണ്ട്. ആ പുള്ളിയായിട്ട് ഒരു രീതിയിലുള്ള കണക്ഷനും പാടില്ലെന്ന്. കാരണം എന്താ? അങ്ങേരെ ഭൂലോക കള്ളനാ. സ്വന്തം വീടിന്റെ ആധാരം മോട്ടിച്ചോണ്ടി പടം വെച്ച ടീമാണത്. പേരെന്തെന്ന് പറഞ്ഞേ? ലച്ചു. അങ്ങേറെ പേരെന്തെന്ന് പറഞ്ഞേ? ആദികേശവൻ. അങ്ങേരെ ബാബു, കള്ളൻ ബാബു. പേര് കേട്ട കള്ളനെയാണ് വീട്ടിൽ വിളിച്ചോണ്ട് വന്നത്. എന്റെ ദൈവമേ, ഇത് എന്തൊരു ലോകമാണിത്. ഒരാൾക്കൊരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാൽ ആദ്യം സമ്മതിക്കൂലേ? ദാനവും ധർമ്മവും ഒക്കെ നല്ലത് തന്നെ. പക്ഷെ പാത്രം അറിഞ്ഞു വേണം ഭിക്ഷ കൊടുക്കാൻ. അതെ, അർഹിക്കുന്നവർക്ക് ചെയ്യാൻ പാടുള്ളൂ. அம்மா நீங்க பாத்திரம் சொன்னப்பதான் நம்ம சாய பாத்திரம் காணல அங்க.
ശ്ശോ, എന്തൊരു കഷ്ടാണ്. വന്നു വന്ന് ഒരു മനുഷ്യനെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല ലച്ചു, ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. പക്ഷെ എല്ലാത്തിനും ഒരു ശ്രദ്ധ വേണം. ഇത് നമുക്കൊരു പാഠമായിരിക്കണം.